കെട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്, നിങ്ങൾ ഇവിടെ തലയുയർത്ത് നടക്കാൻ പറ്റത്തുന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അവളുടെ ഉമ്മ സംസാരിച്ചു, അവളുടെ അനിയൻ സംസാരിച്ചു, അവളുടെ വാപ്പ സംസാരിച്ചു. ഇതൊരു പേരൻസിന്റെ കൺസേൺ ആണ്, ഞാൻ അതൊരിക്കലും അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ ഷോയുടെ ഭാഗത്ത് നിന്ന് അന്നിട്ടും എന്തുവാ കാണിച്ചുകൊണ്ടിരുന്നത്, ഇതിനൊരു എന്ത് പറയട്ടെ, ആൾക്കാർ ഉൾപ്പെടെ എല്ലാവരും റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ട് പോലും ഇതിനൊന്നും ഒരു കുറവും ഇല്ലായിരുന്നു. അവരെവിടെ കാണിച്ചു കൂട്ടുന്നതിനകത്ത് ഒരു കുറവും ഇല്ലായിരുന്നു. ഇതിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്ക് പലരുടെയും ലൈഫിൽ ഇത് അഫക്റ്റായി, എല്ലാവരുടെയും ലൈഫ് സ്പോയിലായി. ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ സിബിനെയും അവരെയൊക്കെ നിങ്ങൾ വന്നിരുന്ന് കുറ്റം പറയുന്നുണ്ടല്ലോ, അവരുടെ ഭാഗത്ത് എന്തുകൊണ്ട് അതാണ് അവന് തലയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ കളിയാക്കുന്നുണ്ടല്ലോ. ഇവക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം എൻ്റെ അറിവിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം, എൻ്റെ അറിവിൽ. കാര്യം എനിക്ക് ഈ ഒരു വിഷയങ്ങളിൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് വന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ വെറുതെ ഒന്നും വന്ന് പറയേണ്ട കാര്യമില്ല. കാര്യം ഏകദേശം 3.5 മിനിറ്റോളം അവിടെ സംസാരിച്ചെന്ന് ഉൾപ്പെടെ ഞാൻ വന്ന് പറയുന്നത് എനിക്ക് അറിയാവുന്ന വിവരം വെച്ചിട്ട് തന്നെ ഞാൻ പറയണത്. എന്തുകൊണ്ട് ഈ പറയുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഇത്രയും പ്രിവിലേജ് ഒന്നും കൊടുക്കുന്നില്ല? ഈ പറയുന്ന സിബിനായാലും ബാക്കിയുള്ളവരായാലും, സിബിന് ഒരു ജസ്റ്റർ കാണിച്ചെന്ന് പറഞ്ഞിട്ട് അവനെ എടുത്ത് പുറത്ത് കളഞ്ഞ്, പിന്നെ അതേ കണക്ക് തന്നെ ബാക്കിയുള്ളവരെ ഓരോന്ന് നിങ്ങൾ എടുത്തു നോക്ക്. ഇതൊന്നും ആർക്കും ഒരു കുഴപ്പമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഷോ ഇപ്പോഴും എന്നിട്ടും വീണ്ടും എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവളെ മാത്രം ബൂസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തെന്നുള്ള രീതിയിൽ അത് സത്യം പറഞ്ഞാൽ മോശമാണ്. അത്രേ പറയുന്നുള്ളൂ. കാര്യം നമ്മളിപ്പോൾ ഞാൻ പറയണത് ആ ഷോയ്ക്കെതിരെയാണ്. ഈ പറയുന്ന വ്യക്തിക്കോ ഈ പറയുന്ന വ്യക്തിയുടെ ഫാമിലിക്കോ എതിരെ അല്ല ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ലിറ്ററലി പറയുന്നത് ആ ഷോയുടെ ഭാഗത്ത് നിന്നുള്ള തീർച്ചയായിട്ടുള്ള ഒരു വീഴ്ചയാണ്. കാര്യം അഫ്സലിൻ്റെ ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അവൻ ഒരുപാട് ട്രൈ ചെയ്തു. അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഈ ഒരു പരിപാടി എങ്ങനെയെങ്കിലും ഇവർ കാണിച്ചു കൂട്ടുന്നതൊന്ന് നിർത്തിക്കാൻ വേണ്ടി എന്തെല്ലാം നോക്കി, എന്നിട്ടൊന്നും നടന്നില്ല. എന്നിട്ട് അവസാനം ഇപ്പം ബാക്കിയുള്ളവരുടെ ജീവിതം പോയപ്പം എല്ലാത്തിനും സമാധാനമായി എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലേ? അപ്പം എന്തായാലും ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.